ഈ അടുത്ത് എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. കുള്ളാന്നും പറഞ്ഞിട്ടൊരു ചെറിയ ചെക്ക, എനിക്ക് 8ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ എനിക്ക് കമന്റ് ഇട്ട്. അവരൊക്കെ പാവങ്ങളല്ലേ, ജീവിച്ചു പോട്ടെ, നല്ലതുപോലെയല്ലേ അദ്ദേഹം ആ സഹോദരിയെ നോക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ വരേണ്ടത്. ആ പാവപ്പെട്ട സാധുവിനെ കുള്ളെന്ന് വിളിച്ച് കളിയാക്കുന്നു. നമ്മളെല്ലാം തികഞ്ഞവരാണോ? 1000 കുറവുകൾ ഈ പറയുന്ന എനിക്കുണ്ട്, നിങ്ങൾക്കുമില്ലേ? പിന്നെന്ത് അവകാശമാണ് നമുക്ക് മറ്റുള്ളവരെ കളിയാക്കാൻ? ഒരാളുടെ കുറവുകളിലേക്കല്ല, അയാളുടെ കഴിവുകളിലേക്ക് നോക്കാൻ ശ്രമിക്കൂ. പക്ഷേ നമ്മുടെ കണ്ണുകൾ അത് കാണില്ല. അത് നമ്മുടെ കണ്ണിന്റെയാണോ അതോ മനസ്സിന്റെ കുഴപ്പമാണോ? ആ സഹോദരിയുടെ കണ്ണിൽ അദ്ദേഹം അവരുടെ രാജകുമാരനാണ്, തിരിച്ചയാൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരുപാട് പേർ വിളിച്ചു പറയുന്ന ഒരു വല്ലാത്ത സങ്കടമാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുമ്പിൽ ബോഡി ഷേമിംഗ് നടത്തുന്നു. ഭാര്യമാരുടെ കുറവുകളെയും അവരുടെ പോരായ്മകളെയും വിളിച്ചു പറഞ്ഞ് എല്ലാവർക്കും ഇടയിൽ പൊട്ടിച്ചിരിക്കുമ്പോൾ തകർന്നു പോകുന്ന ഒരു മനസ്സുണ്ട്, വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു ജീവിതമുണ്ട്. അത് നിങ്ങളുടെ ഭാര്യമാരുടെയാണ്. കാരണം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാനാണ് അവൾ അത്രമാത്രം പ്രിയപ്പെട്ടതായി കണ്ട അവരുടെ സൗന്ദര്യത്തെ പോലും ത്യജിച്ചത്. ആ ഒരു വിട്ടുവീഴ്ചയെ, ആ ഒരു വലിയ മനസ്സിനെ കാണാതെ പോകുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ മറ്റുള്ളവർക്ക് മുമ്പിൽ ആളാകാൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ട സാധു കൂട്ടുകാരെ ഒറ്റക്കെട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. വല്ലാതെ അങ്ങോട്ട് കളിയാക്കും. ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ മനസ്സ് നീറുന്ന നൊമ്പലം, അവരുടെ ഹൃദയം തകരുന്ന നൊമ്പലം? ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്നിങ്ങനെ ചിരിക്കും, പക്ഷേ ഉള്ളുകൊണ്ട് അവർ 1000 തവണ കരഞ്ഞിട്ടുണ്ടാകും. പരിശുദ്ധമായ ഖുർആന്റെ പ്രഖ്യാപനം കണ്ടോ? സൂറത്തുൽ ഹുജറാത്ത് 10ാമത്തെ ആയത്ത്. നിങ്ങൾ ഒരാളെയും കളിയാക്കരുത്, മനുഷ്യരുടെ മനസ്സ് കണ്ടുള്ള പ്രഖ്യാപനം. പരിശുദ്ധമായ ഇസ്ലാം അത്ര സൗന്ദര്യത്തോടെയാണ് മാനവികതയെ പഠിപ്പിച്ചത്. പരിശുദ്ധമായ ഇസ്ലാമിലും മുത്തുനബിയുടെ ജീവിതത്തിലും ധാരാളം മാതൃകതയുണ്ട്. ഒരിക്കൽ തന്റെ അനുയായിയായ ബിലാൽ എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം ഒരൽപ്പം കറുത്ത ആളാണ്, അടിമയായിരുന്നു. ഈ സ്വഹാബിയെ കണ്ടിട്ട് മറ്റൊരു സ്വഹാബി പറഞ്ഞു, അല്ലയോ കറമ്പിയുടെ മകനെന്ന്. അബൂദർ എന്നാണ് ആ സ്വഹാബിയുടെ പേര്. ബിലാൽ ഞങ്ങൾക്ക് ഏറെ സങ്കടമായി. ആ മഹാൻ മുത്തുനബിയുടെ ചാരത്തിലേക്ക് ചെന്നു, നബിയെ എന്നെ കറുമ്പിയുടെ മകനെ എന്ന് വിളിച്ചു അബൂദർ എന്ന സ്വഹാബി. നബി തങ്ങൾ പറയുന്നു, അബൂദറെ ഇപ്പോഴും ഈ സ്വഭാവം നിങ്ങൾ മാറ്റിയില്ലേ? അബൂദർ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. ബിലാൽ ഞങ്ങളോട് പൊട്ടിക്കരഞ്ഞു മാപ്പിരുന്നു. ഇവിടെയാണ് നമ്മളെല്ലാം ആ ചരിത്രം പഠിച്ചത്. കറുത്ത ഒരു സ്വഹാബിയെയും വെളുത്ത സ്വഹാബികളെയും ചേർത്തിരുത്തി സമത്വത്തിന്റെ, സഹോദര്യത്തിന്റെ സ്നേഹം പഠിപ്പിച്ച ആരംഭ റസൂല്. അതുകൊണ്ട് നിങ്ങൾ ആരെയും കളിയാക്കരുത്. കാരണം അവരെ ഈ രൂപത്തിലും ഭാവത്തിലും രീതിയിലും അളവിലും വലിപ്പത്തിലും ഭാരത്തിലും പഠിച്ചത് അവരല്ല, അവരുടെ വീട്ടുകാരല്ല, എല്ലാം ലോകത്തിന്റെ തമ്പുരാന്റെ സമ്മാനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ കളിയാക്കുമ്പോൾ അത് അള്ളാഹുവിലേക്കാണ് ചേരുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞില്ലേ, നിങ്ങൾ കാലങ്ങളെ കുറ്റപ്പെടുത്തല്ലേ, കാരണം കാലം ഞാനാണ്. മഴ പെയ്യുമ്പോ ഓ നശിച്ച മഴ എന്ന് പറയരുത്, കാരണം ആ മഴയെ പെയ്യിപ്പിച്ചത് അള്ളാഹുവാണ്. അപ്പൊ നിങ്ങളുടെ കുറ്റപ്പെടുത്തലുകൾ അള്ളാഹുവിലേക്കാണ് ചേരുന്നത്. അതുപോലെ ഒരു മനുഷ്യന്റെ കുറവിനെ കണ്ട് നിങ്ങൾ കളിയാക്കുമ്പോൾ ആ മനുഷ്യനെ ആ രൂപത്തിൽ പടച്ചത് റബ്ബാണ്. അപ്പൊ നിങ്ങളുടെ കളിയാക്കലുകൾ പടച്ചവനിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഈ മുത്തഅല്ലിമിന്റെ ചെറിയ ഉപദേശം ആരെയും കളിയാക്കാനോ മോശപ്പെടുത്താനോ അല്ല. നിങ്ങളെ ഞാൻ എന്ത് ആക്ഷേപിച്ചതല്ല. നമ്മൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തിരുത്താനാണ്. ആദ്യം ഞാനിത് പറയുന്നത് എന്റെ നെഫ്സിനോടാണ്, എന്റെ ശരീരത്തോടാണ്, പിന്നെ എന്റെ പ്രിയപ്പെട്ട നിങ്ങളോടും. നമുക്ക് മാറാം. നാളേക്കൊരു നല്ല ദിവസത്തിന് വേണ്ടി, ആഖിറം രക്ഷപ്പെടാനായി.